എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എങ്ങനെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു വീട് നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് എനിക്ക് നല്ല റെസ്പോൺസ് ലഭ്യമായി. ആദ്യം ഞാൻ ചെയ്ത വീഡിയോയിൽ എന്നോട് കുറച്ച് സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുള്ള റിപ്ലൈയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മെറ്റീരിയൽസ് ഒക്കെ എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ ഒരു വീട് നിർമ്മിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു പാർട്ട് 2 ആയിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഏതാണ്ട് 25ഓളം ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് കാണണം. ഇപ്പോൾ ഞാൻ പറയുന്നത് സാധാരണക്കാർക്കൊരു വീടുണ്ടാക്കുമ്പോൾ, പണക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ല കേട്ടോ, പണക്കാരെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. സാധാരണക്കാർക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ വീട് നിർമ്മിക്കുമ്പോൾ നമുക്ക് ഒരു ഷെൽഫ് എങ്ങനെ ചെലവ് കുറച്ച് ഉണ്ടാക്കാം. ഇത് നമ്മുടെ ബെഡ്റൂമിൽ ബുക്സ് വയ്ക്കുന്നതിനും ഡ്രസ്സ് വയ്ക്കുന്നതിനും നമുക്കൊരു ഷെൽഫ് വേണം. അതുപോലെ തന്നെ നമുക്ക് ഏത് സാധനങ്ങളും നമുക്ക് ഒതുക്കി വയ്ക്കാൻ ഷെൽഫ് തന്നെയാണ് നല്ലത്. അപ്പം നമുക്ക് ഭിത്തിയിൽ ഒരു ഷെൽഫ് തീർക്കാം. ഭിത്തിയിൽ ഷെൽഫ് തീർക്കുമ്പോൾ നമുക്ക് ആ ഷെൽഫ് തീർക്കുന്ന അത്രയും പോർഷൻ നമ്മൾ ഗ്യാപ്പിട്ട് ഇഷ്ടിക കെട്ടുക. ഈ ഗ്യാപ്പ് പണിത് തീർന്നതിന് ശേഷം നമുക്ക് ആ ഷെൽഫ് ഇടുന്ന ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ഇത്രയും ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഈ വീടുണ്ടാക്കി, 10-25 ലക്ഷം രൂപയൊക്കെ ആയിട്ടുണ്ടെന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ അല്ല, എനിക്ക് എൻ്റെ വീട് നിർമ്മിച്ചപ്പം വെറും 7 ലക്ഷം രൂപയെ എനിക്ക് ചിലവായിട്ടുള്ളൂ. കാരണം അത് ഞങ്ങൾക്ക് പറ്റാവുന്ന പണികളെല്ലാം ഞങ്ങൾ സ്വയം ചെയ്തു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പണിത ഒരു ഷെൽഫിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു ഷെൽഫല്ല, 2-3 ഷെൽഫ് എൻ്റെ വീടിനുള്ളിൽ പണിതത് ഞാൻ പറയുന്ന രീതിയിലാണ്. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഷെൽഫിൽ നമുക്ക് ഇഷ്ടമുള്ള പെയിൻ്റ് അടിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടുന്ന ഷീറ്റുണ്ട്, അത് മേടിച്ചാണെങ്കിൽ നമുക്ക് ഈ ഷെൽഫിനുള്ളിൽ ഒട്ടിക്കാൻ പറ്റും. ഇത് നമുക്ക് ഫെറോ സ്ലാവ് കൊണ്ടോ അതല്ലെങ്കിൽ ചില്ല് കൊണ്ടോ നമുക്ക് ഇതിൻ്റെ കള്ളികൾ തിരിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞത് ഫെറോ സ്ലാവ് തന്നെയാണ്. അതാവുമ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരുപാട് ലേബർ ചാർജ് വരുന്നില്ല. അപ്പം നമുക്ക് ഫെറോ സ്ലാവ് കൊണ്ടോ ചില്ല് കൊണ്ടോ ഒക്കെ ഇത് കള്ളി തിരിച്ച് വളരെ മനോഹരമായ രീതിയിൽ നമുക്കിത് ഡിസൈൻ ചെയ്ത് നല്ല പെയിൻ്റ് അടിച്ചെടുക്കാൻ പറ്റും. തടിയുടെ ഡിസൈൻ ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും. അത് തടിയുടെ ഡിസൈൻ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാം. പെയിൻറ് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള പെയിൻറ്റർമാരെ നമ്മൾ വിളിച്ചാൽ മതി, പെയിൻറ് ചെയ്യുന്ന ആളുകളെ വിളിച്ചാൽ മതി, നമുക്ക് ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊരു ഷെൽഫ് തീർക്കുന്നതിന് നമ്മൾ സവാളയൊക്കെ നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുവരുന്ന ചാക്കുണ്ട്. അതിന് ഞാൻ പറയുന്നത് സവാള ചാക്കെന്ന്, ചിലരതിന് ചണച്ചാക്കെന്ന് പറയും. പക്ഷെ ചണച്ചാക്ക് തന്നെ 2 രീതിയിലുണ്ട്. സവാള ചാക്കാവുമ്പം അതിനകത്ത് ഗ്യാപ്പുണ്ട്, ആ നൂലുകൾക്ക് നല്ല ഗ്യാപ്പുള്ള ചാക്കാണ്. അപ്പോൾ ഈ സവാള ചാക്ക് നമ്മൾ മേടിച്ചിട്ട് മാർക്കറ്റിൽ കിട്ടും, നമുക്ക് വെറുതെ കിട്ടുന്ന സാധനമാണ്. അത് നമ്മൾ മേടിച്ചു കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ മുക്കണം. വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മളത് ഭിത്തിയിൽ ആ ഗ്യാപ്പുള്ള അത്രയും പോർഷൻ നമ്മൾ ഈ സവാള ചാക്ക്, ഇപ്പോൾ ഒരു സവാള ചാക്ക് കൊണ്ട് തീരാത്ത ഷെൽഫാണെങ്കിൽ നമ്മൾ 2-3 ചാക്കാണെങ്കിലും തുന്നി ആ പോർഷൻ അത്രയും അടയ്ക്കുന്ന രീതിയിൽ അത് തുന്നി കൂട്ടിയെടുക്കണം. അപ്പോൾ ആ സവാള ചാക്ക് നമ്മൾ ആ പോർഷനിൽ 4 സൈഡിൽ മൂലയിലും ഈ ആണി അടിച്ച് ഈ ഭിത്തിയിൽ ഫിറ്റ് ചെയ്യുക. ഈ നമ്മൾ ഏത് സൈഡിലാണോ നമുക്ക് ഷെൽഫ് വേണ്ടത് അതിൻ്റെ ബാക്ക് സൈഡിൽ വേണം നമ്മൾ ഭിത്തിയിൽ ഈ സവാള ചാക്ക് ആണി വെച്ച് ഫിറ്റ് ചെയ്യാൻ. ഇപ്പം നമ്മൾ 4 കോർണറിലും ഇങ്ങനെ ആണി അടിച്ച് ഫില്ല് ചെയ്യുമ്പോൾ ഈ ആണി എപ്പോഴും ഒരു 1/2 ഇഞ്ച് കനം പുറത്തേക്ക് തള്ളി നിൽക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ വാർക്കയാണി വെച്ച് അടിക്കാൻ. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ ചാക്ക് നന്നായിട്ട് വലിച്ചു പിടിച്ച് 4 ഇഞ്ച് അകലത്തിൽ ആണി അടിക്കണം. 4 സൈഡിലും ഈ 4 ഇഞ്ച് അകലത്തിൽ ആണി അടിക്കണം. അതിനുശേഷം നമ്മൾ ഈ നൂൽക്കമ്പി, വയറിംഗ് ബൈൻഡ് എന്നും പറയും. അപ്പം നൂൽക്കമ്പി കൊണ്ട് നമ്മൾ മുകളിലത്തെ ആണിയിൽ നിന്നും താഴെ അടിച്ചിരിക്കുന്ന ആണി വരേക്കും നമ്മൾ ഈ ചണച്ചാക്ക് തുന്നി കൊണ്ടുവരണം. അതിന് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയും. റണ്ണിങ് സ്റ്റിച്ചിൻ്റെ രീതിയിൽ ഈ ചണച്ചാക്ക് നമ്മൾ ഈ നൂൽക്കമ്പി കൊണ്ട് തുന്നി താഴെ അടിച്ചിരിക്കുന്ന ആണിയെ കൊണ്ടുവന്ന് ചുറ്റി കെട്ടി വയ്ക്കണം. ഇങ്ങനെ നമ്മൾ വിലങ്ങനെയും നെടുകനെയും നമ്മളിങ്ങനെ ചണച്ചാക്ക് തുന്നി കൊണ്ടുവന്ന് കെട്ടി വയ്ക്കണം. അപ്പോൾ ഇത് ഫിറ്റായി നല്ല ബലത്തിൽ ഇത് നിന്നോളും. അതിനുശേഷം നമ്മൾ സിമെൻറ്റ്
ഒരു ബക്കറ്റിനകത്ത് സിമെൻ്റ് എടുത്ത് അതൊന്ന് കലക്കുക. അത് കലക്കിയിട്ട് ബ്രഷ് കൊണ്ട് അടിക്കാവുന്ന ലൂസിൽ ഈ സിമെൻറ്റ് കലക്കി നമ്മൾ അകത്തും പുറത്തും ഈ സിമെൻ്റ് ബ്രഷ് കൊണ്ട് തൂത്ത് വയ്ക്കണം. നമ്മൾ ബ്രഷ് കൊണ്ട് അടിക്കുമ്പോൾ നമ്മൾക്കത് ഒത്തിരി മുഴച്ചും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുഴച്ച് നിൽക്കത്തക്ക രീതിയിൽ അടിക്കരുത്. നമുക്കതൊരു നല്ല സ്മൂത്തായിട്ട് നിൽക്കണം. അപ്പോൾ നല്ല മിനുസം തോന്നുന്ന രീതിയിൽ വേണം ഈ ബ്രഷ് കൊണ്ട് ഇത് അടിച്ച് സെറ്റാക്കാൻ. അപ്പോൾ ഈ അകത്തും പുറത്തും ഇങ്ങനെ അടിച്ച് നമ്മൾ ഈ ചണച്ചാക്ക് മറയ്ക്കുക. അപ്പോൾ അന്ന് അങ്ങനെ അടിച്ചിട്ടു പിറ്റേ ദിവസം ഇത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പം നമ്മൾ നനച്ചു കൊടുക്കണം. കാരണം നമ്മൾ സിമെൻറ്റ് കൊണ്ടുള്ള എന്ത് തന്നെ പണിതാലും നമ്മളത് നനച്ചു കൊടുത്താലേ അതിന് ഉറപ്പ് കൂടുകയുള്ളൂ. അപ്പം നനച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഭിത്തി തേയ്ക്കുമ്പോൾ ഇത് കൂട്ടി തേച്ച് വിട്ടാൽ കട്ട കൊണ്ട് പണിതോ അത് വീബോർഡ് വെച്ചോ എന്നൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. നല്ല രീതിയിൽ അത് നല്ല ഭംഗിയായിട്ടിരിക്കും, നല്ല സ്പേസ് കിട്ടും. അതിന് ശേഷമാണ് നമ്മൾ ഈ ഭിത്തിയൊക്കെ തേച്ച് ലെവലാക്കിയതിന് ശേഷം നമുക്ക് ഫെറോ സ്ലാബ് കൊണ്ട് ഈ പോർഷൻ നമുക്ക് കള്ളി തിരിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യം അനുസരണം എത്ര ഉയരത്തിൽ വേണം, എത്ര അകലം വേണം എന്നൊക്കെ നോക്കി നിങ്ങൾക്ക് ഫെറോ സ്ലാബ് കൊണ്ട് ഈ ഷെൽഫ് കള്ളി തിരിക്കാൻ പറ്റും. അതിനുശേഷം അലുമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ട് നമുക്ക് അതിന് ഡോർ ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ വളരെ നല്ല രീതിയിൽ നമുക്ക് ഷെൽഫ് കിട്ടും. ഷോ കേസ് ആണെങ്കിൽ നമുക്ക് ഫെറോസ്ലാബിന് പകരം ഈ ചില്ലുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് കള്ളി തിരിച്ചെടുക്കാൻ പറ്റും. വളരെ ഭംഗിയായിരിക്കും. അപ്പം നിങ്ങൾ ഈ രീതിയിൽ ഒരു ഷെൽഫ് തീർത്തെടുക്കുക. വളരെ ചിലവ് കുറവായിരിക്കും. നമുക്ക് ഭിത്തിയിൽ നല്ല സ്പേസും കിട്ടും. സാധാരണക്കാർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും ഈ വീഡിയോ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതുപോലുള്ള ടിപ്സുമായി ഞാൻ ഇനിയും വരാം. നന്ദി.